എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടർച്ച എന്നതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ യൂസസ്. അതിൽ നമ്മൾ പുതിയ ഫോർമുല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മേക്കിംഗ് ന്യൂ ഫോർമുല, അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഇടയിലുള്ള ആ ഒരു റിലേഷൻ എങ്ങനെ നമുക്ക് ഫോം ചെയ്യാം, ഇതാണ് നമ്മൾ പഠിച്ചിരുന്നത്. സോ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ തരുന്നു. ദി പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് L ഓഫ് പെൻഡുലം, മാസ് ഓഫ് ബോബ് M, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G. ഷോ ദാറ്റ് പീരിയഡ് T ഈസ് ഇക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/G. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സിമ്പിൾ പെൻഡുലം ആണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ശരിക്കും ഒരു സിമ്പിൾ പെൻഡുലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ചരടുണ്ടാവും, ഇവിടെ ഒരു ബോബ് ഉണ്ടാവും. ബോബ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു സ്ഫിയറാണ് ബോബ്. അപ്പോൾ ഇതിവിടെ ഉറപ്പിച്ചിരിക്കും. ഈ ഒരു ചരട് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ വിച്ച് ഈസ് സസ്പെൻഡഡ് ഫ്രം ദിസ് പോയിന്റ് ആൻഡ് വി ക്യാൻ ഡിഫൈൻ ദി ലെങ്ത് ഓഫ് ദി പെൻഡുലം ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് ഓഫ് സസ്പെൻഷൻ, ദിസ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ ടു ദി സെൻറ്റർ ഓഫ് ദി ബോബ്. ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. So length of the pendulum is the distance between the point of suspension and the center of the bob. ഇതാണ് ലെങ്ത്, അല്ല ഇതുവരെ അല്ല. പിന്നെയോ ബോബിൻ്റെ സെൻറ്റർ വരെയാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. അപ്പോൾ ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഇത് പിടിച്ചിട്ട് നമ്മൾ വിട്ട് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഓസിലേറ്റ് ടു ആൻഡ് ഫ്രോ, അല്ലേ? അപ്പോൾ ഒരു ഓസിലേഷന് വേണ്ടി എടുക്കുന്ന സമയമാണ് പീരീഡ്, ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പോയി തിരിച്ചെത്തുന്നു. അപ്പോൾ ഒരു ഓസിലേഷൻ ആവും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ തിരിച്ചെത്തുമ്പോൾ ഒരു ഓസിലേഷനായി. അതിനാണ് പീരീഡ് എന്ന് വിളിക്കുന്നത്. സോ പീരീഡ് ഈസ് ദി ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് ലെങ്ത് ഓഫ് ദി പെൻഡുലം മീൻസ് ഈ ലെങ്ത്തിനെ ആശ്രയിക്കുന്നു, മാസ് ഓഫ് ദി ബോബിനെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ദി പീരീഡ് ഈസ് അഫക്റ്റഡ് ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുന്നതോറും പീരീഡ് മാറുന്നു, അല്ലെങ്കിൽ ആ ഒരു ഓസിലേഷന് വേണ്ടിയുള്ള സമയം മാറുന്നു എന്നാണ് ചോദ്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞില്ല എങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആദ്യം എന്ത് എഴുതണം? ആദ്യം പീരീഡ്, അല്ലേ? ആദ്യമായിട്ട് നമ്മൾ എഴുതുന്നത് പീരീഡ് T, അല്ലേ? T പ്രൊപ്പോർഷണൽ ടു ഓരോ ക്വാണ്ടിറ്റി എഴുതുന്നു. ആദ്യം നമുക്ക് മാസ് എഴുതാം, M, L, G. ഇതെല്ലാമാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്നിട്ട് ഇതിൻ്റെ പവറായിട്ട് A, B, C. നമുക്കറിയില്ല ഇതെങ്ങനെയാണ് ഇതിൻ്റെ റിലേഷൻ വരുന്നതെന്ന്. ചിലപ്പോൾ നമുക്ക് ടൈം പീരീഡ് മാസിന് m² ആകാം, അല്ലെങ്കിൽ T പ്രൊപ്പോർഷണൽ ടു m³ ആകാം, അല്ലെങ്കിൽ T പ്രൊപ്പോർഷണൽ ടു m⁻⁴ ആകാം, T പ്രൊപ്പോർഷണൽ ടു m⁻² ആകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയുടെ വാല്യൂ ഏതുമാകാം. അതേപോലെയാണ് ബിയുടെ വാല്യൂ, T പ്രൊപ്പോർഷണൽ ടു L² ആകാം, അല്ലെങ്കിൽ T പ്രൊപ്പോർഷണൽ ടു L⁻⁻1 ആകാം, അല്ലെങ്കിൽ T പ്രൊപ്പോർഷണൽ ടു L⁻⁴ ആകാം. എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കപ്പോൾ ഇത് അൺനോൺ ക്വാണ്ടിറ്റീസാണ്. എയും ബിയും സിയും അൺനോൺ ക്വാണ്ടിറ്റീസാണ്. എങ്ങനെയാണ് അത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡയമെൻഷൻ ഉപയോഗിച്ച് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. സോ ദീസ് ത്രീ ആർ അൺനോൺ ക്വാണ്ടിറ്റീസ്, എ, ബി, സി, ആൻഡ് ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. The values we have to find out. Okay, so we apply the dimensional method here. Okay, so the first step, T proportional to this,
സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം, ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് കെ, എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ജി റൈസ് ടു സി. ഓക്കെ, സോ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതി കഴിഞ്ഞു. ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ എയ്തർ സൈഡ്സ്. അപ്പോൾ ഇത് ടൈമാണ് അല്ലേ, ടൈം പീരീഡ്. ടൈം പീരീഡ് ആകുമ്പോൾ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി. പിന്നെ എമ്മും എല്ലും കൂടെ നമുക്ക് വേണമെങ്കിൽ എം റൈസ് ടു 0, എൽ റൈസ് ടു 0 എന്നിടാം. ഇത് കോൺസ്റ്റൻറ്റിനില്ല. മാസിന് എം റൈസ് ടു എ, ലെങ്ത്തിന് എൽ റൈസ് ടു ബി. ദിസ് ഈസ് ആക്സിലറേഷൻ ആണ് അല്ലെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഭൂഗുരുത്വം മൂലമുണ്ടാകുന്ന ത്വരണം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. സോ ഗ്രാവിറ്റിയുടെ അല്ലെങ്കിൽ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -2 അല്ലെ, എൽ ടി റൈസ് ടു -2 ദ ഹോൾ റൈസ് ടു സി. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എം റൈസ് ടു എ ബൈ എൽ റൈസ് ടു ബി, ഇവിടെ എൽ റൈസ് ടു സി ഇൻറ്റു ടി റൈസ് ടു -2c. ഇടത് സൈഡ് എം റൈസ് ടു 0, എൽ റൈസ് ടു 0 ടി. നൗ എം റൈസ് ടു എ, എൽ റൈസ് ടു ഇത് ആഡ് ചെയ്യുക, ബി പ്ലസ് സി, ടി റൈസ് ടു -2c, എം റൈസ് ടു 0, എൽ റൈസ് ടു 0 ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നു. ഇക്വേറ്റിംഗ് പവേഴ്സ്. ഇക്വേറ്റിംഗ് പവേഴ്സ് സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എമ്മിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ ഈക്വൽ ടു 0. അടുത്ത എല്ലിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ബി പ്ലസ് സി ഈക്വൽ ടു 0 അല്ലേ. അടുത്തത് ടിയുടെ പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ -2c ഈക്വൽ ടു ഇത് 1 ആണ്. സോ 1. അപ്പോൾ സി ഈക്വൽ ടു -1/2. ഇതെടുത്ത് ഇവിടെ കൊടുക്കുക. അപ്പോൾ ബി അല്ലേ, സിക്ക് വരും -1/2 ഈക്വൽ ടു 0. ഇതെടുത്ത് ഇവിടെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. സോ വാട്ട് ഈസ് ബി? ഇതങ്ങ് അപ്പുറത്ത് പോയി 1/2. അപ്പോൾ ബി 1/2, എ 0, സി -1/2. ഇനി നമുക്ക് ഈ 3 വിലകളും ഇതിലേക്ക് കൊടുക്കണം. 1 എന്ന് വിളിക്കാം. സോ ഇക്വേഷൻ 1 ബിക്കംസ് എന്തായി മാറുന്നു? ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റൈസ് ടു 0 അല്ലേ, എയുടെ വില 0, എൽ റൈസ് ടു ബിയുടെ വില എത്ര? 1/2. അടുത്ത ജി റൈസ് ടു സിയുടെ വില -1/2. So t is equal to k into, see what is m raised to 0? Any quantity raised to 0 is 1 ആണ് അല്ലേ. ഇവിടെ റിസൾട്ട് അറിയണം. Any quantity raised to 0 equal to 1. So t is equal to k into l raised to 1/2 divided by ഇത് g raised to 1/2 ആണ്. -1/2 അടിയിൽ വരുമ്പോൾ 1/2 ആണ്. ഓക്കെ, സോ g is equal to k into ഇത് റൂട്ട് എൽ ആണ്, ഇത് റൂട്ട് ജി ആണ്. സോ ഒറ്റ ഇതായിട്ട് എഴുതി റൂട്ട് എൽ ബൈ ജി അല്ലേ. ഇത് റൂട്ട് എൽ, ഇത് റൂട്ട് ജി, അത് ഒറ്റ റൂട്ടിനകത്താക്കി റൂട്ട് ഓഫ് എൽ ബൈ ജി. ശരിക്കും ഇവിടെ ഫ്രം സർട്ടൺ എക്സ്പെരിമെൻറ്റ്സ് ദി വാല്യൂ ഓഫ് ദി കെ വാസ് ഫൗണ്ട് ടു ബി 2π. കെയുടെ വാല്യൂ 2π എന്നാണ് എക്സ്പെരിമെൻറ്റ്സ് വഴി കണ്ടെത്തിയത്. സോ ആ വില കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ശരിക്കും ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന്, കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി നമ്മൾ ആദ്യം പഠിച്ചല്ലോ, അത് ഉപയോഗിച്ച് വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. സി വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ടി? ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി അല്ലേ. അപ്പോൾ ടിയുടെ ഡയമെൻഷൻ കിട്ടി ക്യാപിറ്റൽ ടി. അടുത്തത് ഇതിന് ഡയമെൻഷൻ ഇല്ല, കോൺസ്റ്റൻറ്റ്. അടുത്ത റൂട്ട് ഓഫ് എൽ ബൈ ജി, ഇതിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്ത് നോക്കിയാലേ റൂട്ട് ഓഫ് എൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൽ, ജിയുടേത് ഡയമെൻഷൻ ദൂരം എൽ ടി റൈസ് ടു -2 ബിക്കോസ് ഇറ്റ് ഈസ് ആക്സിലറേഷൻ. ഇറ്റ്സ് ഡയമെൻഷൻ ഈസ് എൽ ടി റൈസ് ടു -2
എൽ കട്ട് ചെയ്തു. ദറ്റ് ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് ഇത് 1/t⁻² ആണ്, വിച്ച് ഈസ് t². സോ റൂട്ട് ഓഫ് t² ഈസ് t അല്ലേ. അപ്പോൾ ഇടത് സൈഡുള്ള ഡയമെൻഷനും വലത് സൈഡുള്ള ഡയമെൻഷനും സെയിം ആണ്. സോ ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ആൾസോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുക. ഇതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. m⁻⁴ ആണ്. അവസാനത്തെ റിലേഷനിൽ മാസ് വന്നിട്ടില്ല, വിച്ച് മീൻസ് ദാറ്റ് ദി ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മാസ്. എത്ര വലിയ ബോബ് കിട്ടിക്കഴിഞ്ഞാലും ഓസിലേഷൻ്റെ പീരീഡ് സെയിം ആയിരിക്കും. എപ്പോൾ വരെ? ഇതിൻ്റെ ലെങ്ത്ത് മാറ്റുന്നത് വരെ. ലെങ്ത്ത് മാറിയാൽ മാറും അല്ലേ, ലെങ്ത്ത് മാറിയാൽ മാറും. പക്ഷേ ഇതിൻ്റെ വലിപ്പം എത്ര ആയാലും പ്രശ്നമില്ല, പക്ഷെ ലെങ്ത്ത് മാറിയാൽ മാറും. അതാണ് വിഷയം. ഇതിൻ്റെ മാസ്, ഈ താഴെയുള്ള ബോബിൻ്റെ മാസ്, ബോബ് ഒരു സൈസുള്ളത് തന്നെ പല മാസിലുള്ളതാകാം. അപ്പോൾ മാസ് മാറിക്കഴിഞ്ഞാൽ ശരിക്കും ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, ടൈം പീരീഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുള്ളത്, നമുക്ക് സൈസ് ഒരു പ്രശ്നമാകാറുണ്ട് ചില സമയത്ത്. അതായത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് മാറാൻ മറ്റു ചില കാര്യങ്ങളൂടെ നിങ്ങൾ ആലോചിക്കുക. സപ്പോസ് ഇതൊരു ഐസ് കൊണ്ടുള്ള ഒരു ഗോളമാണ് അല്ലെങ്കിൽ ഒരു പന്താണ്. ആദ്യം ഇതിനൊരു പീരീഡ് ഉണ്ടായിരുന്നു, ലെറ്റ് ഇറ്റ് ബി 2 സെക്കൻഡ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഐസ് ഉരുകി. അപ്പോൾ ഐസ് ഉരുകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉരുകി അവസാനം ഈ ചരടിൻ്റെ ഈ അറ്റത്തൊരു ചെറിയ ഒരു കഷ്ണമായി മാറും അല്ലേ, ചെറിയ ഒരു ഇതായി മാറും. ഇവിടെ നിന്ന് ഉരുകി കുറഞ്ഞ് അവസാനം ഇതൊരു ചെറിയ കഷ്ണമായി മാറും. അപ്പോൾ ശരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് കുറയുകയാണ്, എന്ന് പറഞ്ഞാൽ ലെങ്ത് കുറയുന്നു. അപ്പോൾ ഐസ് ഉരുകി കുറേ നേരം കഴിയുമ്പോൾ കുറച്ച് ഐസ് ഉരുകും തോറും ലെങ്ത് കുറഞ്ഞു വരുന്നു. ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറഞ്ഞാൽ സെൻട്രൽ നിന്നുള്ളതാണ്, കുറഞ്ഞു വരും. അപ്പോൾ ലെങ്ത് കുറയും തോറും നമുക്കറിയാം t = 2π × √L/g ആണ് റിലേഷൻ. സോ ലെങ്ത് കുറയും തോറും ടൈം പീരീഡ് കുറയും അല്ലേ, ടൈം പീരീഡ് കുറയും. അപ്പോൾ 2 സെക്കൻഡ് എന്ന് പറഞ്ഞ ടൈം പീരീഡ് ചിലപ്പോൾ 1.8 സെക്കൻഡായി മാറുന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് ഈ എൻഡിൽ പോയി ആടി വരാനായിട്ട് 1.8 സെക്കൻഡ് മതിയാകുന്നു. നേരത്തെ 2 സെക്കൻഡ് എടുത്ത് ആടി വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ 1.8 സെക്കൻഡ് കൊണ്ട് ആടി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ആടും, കുറച്ചും കൂടെ സ്പീഡ് കൂടും. സ്പീഡ് കൂടിയാൽ മാത്രമേ 1.8 സെക്കൻഡ് കൊണ്ട് ആടി വരത്തുള്ളൂ, ഈ എൻഡിൽ നിന്ന് ആടി അവിടെ തിരിച്ചെത്തത്തുള്ളൂ. സോ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ലെങ്ത് ഓഫ് ദി പെൻഡുലം കുറയും തോറും ടൈം പീരീഡ് കുറയുന്നു. ടൈം പീരീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെൻഡുലം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു. ഇറ്റ് മൂവ്സ് ഫാസ്റ്റർ ഓർ ഇറ്റ് ഓസിലേറ്റ്സ് ഫാസ്റ്റർ. ഓക്കെ, അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇത് ഒരു ബോളാണ്, ഇതൊരു ബോൾ. ഈ ബോളിൽ ശരിക്കും വെള്ളം നിറച്ചിട്ടുണ്ട്. താഴെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹോൾ വഴി വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ആയിരിക്കും. വെള്ളത്തിൻ്റെ ഏതാണ്ട് ഈ ഭാഗത്തായിരിക്കും. അപ്പോൾ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും തോറും കുറേ നേരം കഴിയുമ്പോൾ വെള്ളം കുറഞ്ഞ് വെള്ളം അവസാനം ഈ ഭാഗത്ത് ഇത്രയാവും. ഈ ഭാഗത്ത് കുറച്ച് വന്ന് കിടക്കും. അപ്പോൾ ശരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഈ ഒരു ബോളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇങ്ങോട്ട് വരും. കാരണം വെള്ളം കൂടുതലും ഈ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കും, ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇവിടെ നിന്ന് ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത്തിനേക്കാൾ ലെങ്ത് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇൻക്രീസ് ചെയ്യും. ലെങ്ത് ഓഫ് ദി പെൻഡുലം എപ്പോഴും ഈ കെട്ടിയിട്ട പോയിന്റിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ലെങ്ത്താണ്. അപ്പോൾ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലെങ്ത്ത് കൂടുന്നു. അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ ശരിക്കും ടൈം പീരീഡ് കൂടും. അപ്പോൾ 2 സെക്കൻഡിലാണ് ഇപ്പം ഇത് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് 2.3 സെക്കൻഡിൽ ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഈ എൻഡിൽ നിന്ന് ഇവിടെ പോയിട്ട് തിരിച്ചെത്താൻ 2.3 സെക്കൻഡ് മതിയാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാവധാനത്തിൽ ഓസിലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സ്പീഡ് ശരിക്കും എന്ത് ചെയ്യും, കുറയും. 2.3 സെക്കൻഡ് കൊണ്ട് ഓസിലേറ്റ് ചെയ്ത് വന്നാൽ മതി, ഇത്രയും സമയം എടുത്ത് വന്നാൽ മതി. അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് വരും. അപ്പോൾ ഇറ്റ് ഓസിലേറ്റ്സ്
സ്ലോലി. ഇവിടെയാണെങ്കിലോ ഇറ്റ് മൂവ്സ് ഫാസ്റ്റർ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, സീ യു.